അതൊന്ന് റബീഉൽ അവ്വൽ ഇന്ന് 6 6 നമുക്ക് നമ്മളെ സാധാരണ ചെയ്ത് കൊടുക്കുന്ന നമ്മളെ സന്ദേശം കൊടുക്കണ്ടേ. അപ്പൊ ഇന്ന് 6ാമത്തെ സന്ദേശം നമ്മൾ കൊടുക്കുന്നത് നമ്മളെ പ്രേക്ഷകർക്ക് ഒരിക്കൽ നബി തങ്ങളും സ്വഹാബികളും പള്ളിക്ക് ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഒരു കൂട്ടം ജനങ്ങൾ ഇങ്ങനെ വരികയാണ്. പറ്റ ദരിദ്രരായ ഒരു കൂട്ടം ജനങ്ങൾ ഒരു തുണിക്കഷ്ണത്തിന് ഓട്ടാക്കിയിട്ട് തല അതിന്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് അങ്ങനെ ഡ്രസ്സ് ധരിച്ച അത് തുന്നി കൂട്ടാൻ ഒരു നൂലും സൂചി വാങ്ങാനും പോലും വരുത്തുന്നില്ല പൈസ. അത്രയും ദരിദ്രരായ ആൾക്കാരിങ്ങനെ വരികയാണ്. ഇത് കണ്ടപ്പോ നബിതങ്ങൾക്ക് വല്ലാത്ത സങ്കടം. അങ്ങനെ നബിതങ്ങൾ ഇത് കണ്ടപ്പോ എന്ത് ചെയ്തു, പള്ളിയിൽ നിന്ന് നബിതങ്ങളെ ഭാര്യമാരെ വീട്ടിലേക്ക് പോയി. ഇവർക്ക് കൊടുക്കാൻ വല്ലതും കിട്ടുമോ നോക്കണം. പക്ഷെ ഭാര്യമാരെ വീട്ടിലൊന്നും ഒന്നുമില്ല. അങ്ങനെ ഇത് കണ്ടതിനേക്കാൾ സങ്കടത്തോടു കൂടി നബിതങ്ങൾ പള്ളിക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ പള്ളിക്ക് എത്തിയിട്ട് എന്ത് ചെയ്തു, നബിതങ്ങൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സ്വഹാബികളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് നബിതങ്ങൾ പറഞ്ഞു, നിങ്ങളാ മനുഷ്യരെ കാണില്ല ചോദിച്ചു, ഈ പാവപ്പെട്ട മനുഷ്യരെ കാണില്ല ചോദിച്ചു, അവർക്ക് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ചോദിച്ചു. ഇത് കേട്ട ഉടനെ എന്ത് ചെയ്തു, സ്വഹാബികളൊക്കെ പള്ളിയിൽ നിന്ന് ഇറങ്ങി മണ്ടിയിട്ട് ഓരോ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊടുന്നു. അങ്ങനെ അത് കൊടുന്നിട്ട് പള്ളിക്ക് ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളൊക്കെ ഒരു കൂമ്പാരായിട്ട് ഇങ്ങനെ നിറഞ്ഞാക്കും. അങ്ങനെ നബിതങ്ങൾ എന്ത് ചെയ്തു, ഇതൊക്കെ എന്ത് ചെയ്തു, ഈ പാവപ്പെട്ട മനുഷ്യർക്ക് എന്ത് ചെയ്തു, വീതിച്ചു കൊടുത്തു. ഇത് കിട്ടിയതോടുകൂടി എന്ത് ചെയ്തു, ഓർക്ക് വല്ലാത്ത സന്തോഷമായി. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബിതങ്ങൾ ദാരിദ്ര്യത്തിലാണ്. ദാരിദ്ര്യത്തിലാ പറഞ്ഞാല് നബിതങ്ങൾ വീട്ടിലൊന്നും ഒന്നുമില്ല. എന്നിട്ടും നബിതങ്ങൾ എന്ത് ചെയ്തു, ഈ പാവപ്പെട്ട മനുഷ്യരെ കണ്ടപ്പോ അവിടുത്തെ അനുയായികളോട് പറഞ്ഞിട്ട് ഓർക്കുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ഒരുമിച്ചു. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, നമ്മള് ഇപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ എന്ത് ചെയ്യും, ഇൻസ്റ്റാഗ്രാമിലും മറ്റും സ്റ്റാറ്റസ് ഇടും. ഇത് കിട്ടാത്ത, ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരുപാട് ജനങ്ങളുണ്ടാവും. ഓർക്കത് വളരെ വിഷമകരമാണ്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മളെന്ത് ചെയ്യാം, നമ്മൾ കഴിക്കുമ്പോ എന്ത് ചെയ്യാം, മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുമ്പോ, നമ്മൾ അയൽവാസി ഭക്ഷണം കഴിക്കുമ്പോ, അല്ലെങ്കിൽ നമ്മൾ കൂടപ്പുറപ്പ് ഭക്ഷണം കഴിക്കുമ്പോ ഓർക്ക് അതിന്റെ ഒരു പാതി എന്ത് ചെയ്യാം, കൊടുക്കാൻ ശ്രമിക്കുക. അതാണ് ഇന്നത്തെ എന്തായാലും അടിപൊളിയായിരുന്നു. സന്ദേശം അടിപൊളിയാണ്. അപ്പോൾ പ്രേക്ഷകരെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡ് നാളെ ഞങ്ങൾ റബീഉൽ അവ്വലുമായിട്ട് നാളെ ഞങ്ങൾ അടുത്ത സന്ദേശമായിട്ട് എത്തും. അപ്പോൾ ഓക്കെ, പോരായ്മകളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി ഞങ്ങൾ ഓരോ ദിവസം കൂടുന്നത് ഞങ്ങൾക്ക് ഇതിൻ്റെ ഇത് കിട്ടും. നിങ്ങൾ ചെയ്യാനുള്ള ഊർജ്ജവും കിട്ടണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടാണ്. എന്തായാലും തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.